കടലാണ് ഈ കരയിലെ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. കടപ്പുറത്തെ മണലിൽ കാലൂന്നി വളർന്നൊരു സാധാരണ മനുഷ്യനാണിത്. കടപ്പുറത്തുകാരനാണിത്. കടൽ തീരത്ത് കെട്ടിക്കിടക്കുന്ന മുട്ടക്കുളത്തിലാണ് ഞാൻ നീന്താൻ പഠിച്ചത്. പിന്നെ കളികൾ മുഴുവൻ കടലിലും കടപ്പുറത്തുമായിരുന്നു. കടലിൽ ജീവിക്കുന്ന ആളുകളുടെ കടൽ പേച്ചുകളിൽ നിന്നാണ് കടലിൻ്റെ ഉള്ളറകളിലെ രഹസ്യങ്ങളെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നു. അവർ കടലിൽ അധ്വാനിക്കാൻ പോയി തിരിച്ചു വന്നിട്ട് പറയുന്ന പേച്ചുകളിൽ ഈ കടലിന് അടിയിലെ ലോകം എപ്പോഴും ഉണ്ടാവും. അതിൽ പാരുകളുണ്ടാവും, കപ്പലുകളുണ്ടാവും, മറ്റു പല മുങ്ങിപ്പോയിട്ടുള്ള പല ബോട്ടുകളും വള്ളങ്ങളും പല കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അതിൽ നിന്നാണ് ഞാൻ ഈ കടലിൻ്റെ അകക്കാഴ്ചകളെ പറ്റിയുള്ള കൗതുകം ജനിക്കുന്നത്. അത്തരം അനുഭവങ്ങളിൽ നിന്നാണ്. ഈ പാരുകൾ എൻ്റെ ഒരു ബലഹീനതയായിരുന്നു. പാരൻസിനോടൊപ്പം എൻ്റെ മനസ്സിലെപ്പോഴും ആ പാരുകളും കൂടിയാണ് എന്നെയൊക്കെ, അല്ലെങ്കിൽ ഈ കടപ്പുറത്തെ ഓരോ ആളുകളെയും വളർത്തുന്നതിലൊരു വലിയ പങ്ക് അത് വഹിച്ചിട്ടുണ്ട്. കടലിൻ്റെ അടിത്തട്ടിലെ ഈ ഭൂപ്രദേശങ്ങൾക്ക് കടൽ പണിക്കാർ അവരുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ പേര് കൊടുക്കും. കണ്ടന്തിണ്ടിപ്പാര്, നരിമീൻ കല്ല്, മുളവറക്കല്ല്, ഊളിപ്പാര്, മനസ്സിലല്ലേ? ഊളി എന്ന് പറയുന്നത് ബാരക്കുടയാണ്. ചെവ്വ എന്ന് പറയുന്നത് ലുഡ്ജാനസാണ്. അപ്പോൾ അങ്ങനെ ഏത് സ്പീഷീസാണ് അവിടെ കൂടുതൽ വരുന്നത് അതനുസരിച്ച് അവർ ആ പേരുള്ളൂ. നാച്ചുറൽ റീഫുകളിലൊന്നാണ് തറപ്പാര്. തറപ്പാരെന്ന് പറയുമ്പോൾ ആ പാരിൻ്റെ ഈ സീബെഡിൻ്റെ പ്രത്യേകത ഉറച്ച തറയുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ അത് പരന്ന് കിടക്കുന്നതാണ്. അതിനെയാണ് അവർ തറപ്പാരുകളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലഭിക്കുന്ന ഫിഷ് ഡൈവേഴ്സിറ്റി വേറെയാണ്. പക്ഷേ ഉയർന്ന പാറകളുള്ള ഒരു പാറപ്പാരിലാണെങ്കിൽ അവിടെ ലഭിക്കുന്ന ഫിഷ് ഡൈവേഴ്സിറ്റി വേറെയാണ്. ഈ കാണുന്നത് എൻ്റെ സർവകലാശാലയാണ്. ഞാൻ എത്രയോ വർഷമായി, ഏതാണ്ട് 2 പതിറ്റാണ്ടായി ഈ കടലിൻ്റെ മുകളിലും അടിയിലുമായിട്ട് എൻ്റെ പഠനങ്ങൾ തുടർന്നു വരികയാണ്. ഈ ഇരിക്കുന്ന സാദിഖ് അലി, മുഹമ്മദ് സാദിഖ് ആൻഡ് മണികണ്ഠൻ, ഇവരൊക്കെ എൻ്റെ പ്രൊഫസേഴ്സാണ്. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം, ദേ അവിടെ തൈക്കാപ്പള്ളി കല്ലെന്ന് പറയുന്നൊരു കല്ലുണ്ട്. ദേ അവിടെ കാണുന്നുണ്ട്, കടലിൽ കരയിലൊരു ഒരു കല്ല് കാണുന്നുണ്ടോ? പച്ചക്കൊടിയും ഗോൾഡ് കളർ കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് 3 മീറ്റർ ഡെപ്തില് ഒരു പാറക്കൂട്ടം കടലിനടിയിലുണ്ട്. അത് മുഴുവൻ കടലിലെ ഒരുതരം പ്രത്യേക ഇനം സീവീഡ് വളരുന്ന കോളനിയാണ്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വരുമ്പോൾ മുളവറക്കല്ലുണ്ട്. മുളവറക്കല്ലെന്ന് പറയുന്നത് ഒരു 12-13 മീറ്റർ വരെ ഡെപ്ത് ഉണ്ട്. അതിൻ്റെ കരയിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു 10 മീറ്റർ ഡെപ്ത് ആയിരിക്കും. അതുപോലെ ആ മുളവറക്കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 3 പ്രധാന കല്ലും ഒരു ചെറിയ കല്ലും ഉണ്ട് അതിനകത്ത്. അതിൽ ഒരു കല്ല് നിറയെ സീ സ്പോഞ്ചസും ബാർനക്കിൾസും പിന്നെ
ആ പാറകൾ അടരുകളുള്ള പാറയാണ്. ആ അടരുകൾക്കുള്ളിൽ ഒത്തിരി ഈൽ ഫിഷ് ഉണ്ട്. അപ്പോൾ ഓരോ എക്കോസിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഞങ്ങൾക്ക് ഇപ്പോൾ ബൈ ഹാർട്ടാണ്. അതിൻ്റെ വേറൊരു കല്ലിലേക്ക് പോകുമ്പോൾ സ്നോ ഫ്ലേക്ക് കോറൽ എന്ന് പറയുന്ന സോഫ്റ്റ് കോറലിൻ്റെ കോളനിയാണത്. ആയിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും വരുമ്പോൾ നരിമീൻ കല്ലെന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. നരിമീൻ കല്ലിൽ നിറയെ ചിപ്പികളാണ്, ധാരാളം ചിപ്പികൾ. ചിപ്പിയുടെ സീസണിൽ ആ കല്ല് നിറയെ ചിപ്പി പിടിച്ചിരിക്കുന്നത് കാണാം. അതിനകത്ത് ധാരാളം ലോബ്സ്റ്ററൊക്കെ ഉണ്ട്. ഈ ആളുകൾ ലോബ്സ്റ്റർ പിടിക്കാൻ പോകുന്ന ഒരു പ്രധാന കല്ലാണ് ഈ നരിമീൻ കല്ല്. അതുകൂടെ കരക്കല്ലുണ്ട്, അത് ഇവിടെ തൊട്ടപ്പുറത്താണ്. ഈ കരക്കല്ലിലാണെങ്കിൽ ഫിഷ് ഡൈവേഴ്സിറ്റിയാണ് അതിൻ്റെ ഒരു പ്രത്യേക ആകർഷണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കോവളം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അത് കാണാൻ വരുന്ന ആളുകൾക്ക് ഇതൊരു കടലും തിരയും അല്ലെങ്കിൽ ഇതുവഴി പറന്നു പോകുന്ന പക്ഷികളും കപ്പലും കാര്യങ്ങളുമാണ് കാഴ്ച, പുറം കാഴ്ചയാണ്. അകക്കാഴ്ച അങ്ങനെയല്ല. അതിൻ്റെ ഓരോ കോണിലും ഓരോ ആവാസ ഇടമാണ്. കടൽപ്പണി സമൂഹം അവർ മുഴുവൻ കടലിനെ അകന്നോട്ടം നോക്കുന്ന ആൾക്കാരും മറ്റുള്ളവർ കടലിനെ പുറന്നോട്ടം നോക്കുന്ന ആൾക്കാരും. ആർട്ടിഫിഷ്യൽ റീഫ്സ് ഒക്കെ തുടങ്ങുന്നത് 1983 ശേഷമാണ്. അതിനുമുമ്പ് നമുക്ക് നാച്ചുറൽ റീഫുകളും പിന്നെ ചില സങ്കൻ ഷിപ്സ് ഉണ്ട്, കടൽ മുങ്ങിപ്പോയ കപ്പലുകൾ. അതിനെപ്പറ്റിയും ആദ്യമായി കേരള സമൂഹത്തിന് വിവരം നൽകുന്നത് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫാണ്. 2015 ആദ്യമായിട്ട് ഞങ്ങൾ അഞ്ചുതെങ്ങിന് സമീപം വർക്കലയ്ക്ക് നേരെ മുങ്ങിപ്പോയ ഡച്ച് കപ്പലിനെ കണ്ടെത്തി. പക്ഷേ ഞങ്ങളിതിപ്പോൾ ഈ ആദ്യ വിവരങ്ങൾ പുറത്തു വിട്ടിട്ട് 10-ലധികം വർഷമായി. നമുക്കിവിടെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷെ ആരും തന്നെ ഇതുവരെ ഒരു തുടർ അന്വേഷണത്തിന് മുന്നോട്ട് വന്നില്ല. അക്കാഡമിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഒന്നും ഇപ്പോഴും കടൽ ഒരു ആക്സസ് പോയിൻ്റ് അല്ല. 1968 ശംഖുമുഖത്തിന് നേരെ 55 മീറ്റർ ഡെപ്തുള്ള ഒരു കടലിൽ ഒരു ഗ്രീക്ക് ഓയിൽ ഷിപ്പ് മുങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഫിഷിംഗ് നടത്തുന്ന കടൽപ്പണിക്കാർ പറയുന്നുണ്ട്, ആ കപ്പൽ അടിയിൽ സെറ്റിലായിരിക്കുമ്പോൾ ചെറിയൊരു ചരിവുണ്ടായിരുന്നു. അവരൊരിക്കലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ തലമോരി ഏത് ദിശയിലാണ്, തലമോരിയും കടമോരിയും എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഫ്രണ്ടും ആൻഡ് ബാക്ക് അതൊക്കെ എവിടെയാണെന്നും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അതിൻ്റെ ആ കപ്പലിലെ കെട്ടിടം എവിടെയാണെന്നും അവർ പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് ചൂണ്ടയിടുന്നതിരിക്കട്ടെ, കപ്പൽ ഇവിടെ കിടക്കുന്നു, ഈ സൈഡ് കിടക്കുകയാണ്. കടലിൻ്റെ ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ ആ ചൂണ്ട ക്ലിയറായിട്ട് വരും. പക്ഷെ തിരിച്ചാണെങ്കിൽ ആ കപ്പൽ ചരിഞ്ഞാണ് കിടക്കുന്നതിൽ ആ കപ്പലിൽ പോയി കൊളുത്തും. അപ്പോൾ അവർക്കറിയാം, ഒഴുക്ക് ഇങ്ങോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും കപ്പൽ ചരിഞ്ഞ് കിടക്കുന്നുണ്ടാണെങ്കിൽ സംഭവം. ഇവർ പോയി ആങ്കർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇരുമ്പോട് കൂടി ചൂണ്ടയിടുമ്പോൾ ആ സെൻട്രൽ പാർട്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്താണെങ്കിൽ അത് വേഗം പോയി തങ്ങും. ഹൈറ്റ് കൂടുതലാണ് ആ ഭാഗത്ത്. ഇതൊക്കെ അവരുടെ എന്താ പറയുക, ഈ പണി അറിവുകളിൽ നിന്ന് ആർജിക്കുന്ന അറിവുകളാണ്. അത് ആക്യുറേറ്റ് ആണ്, യാതൊരു സംശയമില്ല. ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം, സമുദ്രവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് സമുദ്രത്തിന് അടിത്തട്ടുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളിൽ കടൽപ്പണി സമൂഹത്തിൻ്റെ അറിവും അനുഭവവും കൂടി ഉൾച്ചേർക്കണം. KCHR ആകട്ടെ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആകട്ടെ, കേരളത്തിൻ്റെ മറൈൻ ആർക്കിയോളജിയെ സംബന്ധിച്ച് ഇതുവരെ ഒരു വിവരവും പുറത്തു കൊണ്ടുവന്നിട്ടില്ലല്ലോ. കടൽപ്പണി സമൂഹവുമായി ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ ഞാൻ പറയുന്നു 3 സങ്കൻ ഷിപ്പുകളുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ പറ്റും, അണ്ടർവാട്ടർ ചിത്രങ്ങൾ ഉൾപ്പെടെ. സീബെഡിൻ്റെ ജിയോഫിസിക്കൽ മോർഫോളജിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് അവർക്കുള്ള അറിവിനെ ഇനി ശാസ്ത്രലോകം വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ ഗവേഷണങ്ങളിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല.
കടൽപ്പണിക്കാരുമായി അല്ലെങ്കിൽ അവരുടെ ഇടയിൽ അറിവുള്ള ആളുകളുമായി ചേർന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. അതിന് അതീതമായി ചിന്തിക്കുന്ന ഡോക്ടർ എ ബിജുകുമാറിനെ പോലുള്ള ഇപ്പോഴത്തെ കുഫോസിൻ്റെ വൈസ് ചാൻസലറായിട്ടുള്ള അങ്ങനെയുള്ള വളരെ ചുരുക്കം ശാസ്ത്രജ്ഞരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഇവിടെ ആദ്യമായിട്ട് ഈ പാറപ്പാരികളെ പറ്റി ഗവേഷണം നടത്തിയ ഏക ശാസ്ത്രജ്ഞൻ ഡോക്ടർ ബിജുകുമാറാണ്. കേരളം ഇന്ത്യയിൽ ഏറ്റവും അധികം പരിസ്ഥിതി ബോധമുള്ള പരിസ്ഥിതി സാക്ഷരതയുള്ള നാടായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ അത് കരയെ സംബന്ധിച്ച് മാത്രമാണ്. കടലിനെ സംബന്ധിച്ച് നമ്മൾ ഇനിയും പൊതുവേ പറയുകയാണെങ്കിൽ നിരക്ഷരരാണ്. 13,000 സ്ക്വയർ കിലോമീറ്റർ കടൽ കേരളത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇതിൽ എത്ര % നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്? അണ്ടർ വാട്ടർ ഡോക്യുമെൻറ്റേഷനിലേക്കും ജൈവ വൈവിധ്യ പഠനത്തിലേക്കും നേരിട്ട് ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് എക്കോസിസ്റ്റം നേരിടുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റി ബോധവാനാകുന്നത്. അവിടെ കാണുന്ന മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ തന്നെ ഗോസ്റ്റ് നെറ്റുകൾ, പ്രേതവലകൾ, ഇവയൊക്കെ എന്തുമാത്രമാണ് ഈ പാരികളെ ബാധിക്കുന്നതിനെ പറ്റി കാഴ്ച കണ്ടിട്ടാണ് ഞാൻ അതിനെപ്പറ്റി അവെയറാകുന്നത്. വിഴിഞ്ഞത്തെ ഡ്രഡ്ജിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ആഴിമലയുടെ അടുത്തുള്ള കടലിൽ 9 മീറ്റർ ഡെപ്തിൽ ഒരു എക്കോസിസ്റ്റം ആദ്യമായി ഡോക്യുമെൻ്റ് ചെയ്തത്. അതൊരു നിയോസെബല്ലാരിയ ഗ്ലാഡൻസ്റ്റിന എന്ന് പറയുന്ന ട്യൂബ് വേമിൻ്റെ കോളനിയാണ്. മനോഹരമായൊരു കോളനി. എക്കോ സൗണ്ടറിൽ അവർ കണ്ടെത്തിയത് ആ കടലിനടിയിൽ കുറേ പാറകളുണ്ട് എന്നുള്ളതാണ്. പാര് എന്നുള്ള വാക്ക് പോലും അവർ ഉപയോഗിച്ചിട്ടില്ല. എന്താ പാറയും പാരും തമ്മിലുള്ള വ്യത്യാസം? പാറ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റാണ്. പക്ഷേ പാരെന്ന് പറയുമ്പോൾ അതൊരു എക്കോസിസ്റ്റമായി മാറുകയാണ്. അപ്പോൾ ആ പാറകളെ ഡെഡ് ചെയ്ത് അവർ നശിപ്പിച്ചിട്ടാണ് കപ്പലുകൾക്ക് വരാനുള്ള പാത്ത് ഉണ്ടാകുന്നത്. ഡ്രഡ്ജിങ്ങിന് ശേഷം ഞങ്ങൾ വീണ്ടും അവിടെ ഡൈവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഈ ഡ്രഡ്ജിങ്ങിലൂടെ ഉണ്ടായ സെഡിമെൻറ്റ്സ് പോയി കടലൊഴുക്കിൽ അതിൻ്റെ മുകളിൽ വീണിട്ട് അത് മുഴുവൻ നശിച്ചു. കാരണം അതെല്ലാം ഈ സെഡൻറ്ററി ഓർഗാനിസം ആയതുകൊണ്ട് അതിനൊരു പ്രതികൂല സാഹചര്യത്തിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് കടലിലെ സൂക്ഷ്മപ്ലവകങ്ങളാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കരയിലെ ക്ലൈമറ്റിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് ഈ കടലാണ്. നമ്മൾക്ക് സമൃദ്ധമായ പോഷക ആഹാരം നൽകുന്നത് ഈ കടലാണ്. UN-ൻ്റെ ഓഷ്യൻ കോൺഫറൻസിൽ ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് പോയപ്പോൾ അന്ന് സിൽവിയ ഏളി, ലോകപ്രശസ്തയായിട്ടുള്ള ഓഷ്യനോഗ്രാഫർ, അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് അനേകായിരം പ്രകാശവർഷങ്ങൾക്ക് അപ്പുറമുള്ള നക്ഷത്രജാലങ്ങളെപ്പറ്റിയും ഗ്രഹങ്ങളെപ്പറ്റിയും നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ തൊട്ട് മുറ്റത്തുള്ള 10 മീറ്റർ ഡെപ്തിലെ കടലിനെ പറ്റി നമുക്കൊന്നും അറിയില്ല. ഞാൻ ഇനി പറയുന്ന ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഇതിനൊരു ചരിത്രപരമായ കാരണം കൂടെ ഇല്ലേ? ഈ അടുത്ത കാലം വരെ, സ്വാതന്ത്ര്യ ലബ്ധിക്ക് തൊട്ട് മുമ്പ് വരെ കടൽ നമുക്ക് നിഷിദ്ധമായ, കടക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. മലയാളത്തിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള നിഘണ്ടു ശ്രീകണ്ഠേശ്വരം എഴുതിയ ശബ്ദ താരാവലിയാണ്. നിങ്ങൾ അതിനെയൊന്നും മറിച്ചു നോക്കിയിട്ട് സമുദ്രം അല്ലെങ്കിൽ കടൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് അതിനകത്ത് കുറിച്ച് വച്ചിരിക്കുന്നത് നോക്കണം. കടൽ എന്നാൽ കടക്കാൻ പാടില്ലാത്തതാണ്. ആയിരത്തി 1932 തോന്നുന്നു ജവഹർലാൽ നെഹ്റുവും കമലാ നെഹ്റുവും ഇംഗ്ലണ്ടിൽ കമലാ നെഹ്റുവിൻ്റെ TBയുടെ ചികിത്സ കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഇവിടുത്തെ അമ്മ വീട്ടിൽ താമസിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി 2 ദിവസം കാത്തിരുന്നു. പക്ഷേ ക്ഷേത്രാധികൃതർ 32 ഒരു നൂറ്റാണ്ട് പോലും ആയില്ല, അവർക്ക് പ്രവേശനം നിഷേധിച്ചു. എന്ത് പറഞ്ഞിട്ടാ?
നിങ്ങൾ കടൽ കടന്നു വന്നവരാണെന്ന് കാരണം പറഞ്ഞു. 1740കളിൽ മാർത്താണ്ഡവർമ്മ ഈ 8 വീട്ടു പിള്ളമാരെ എല്ലാം ഇല്ലാതാക്കിയിട്ട് ആ കുടുംബങ്ങളിലെ ആ ഇല്ലങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലരുത് എന്നുള്ളത് ഒരു രാജധർമ്മമായിട്ട് നിലനിൽക്കുന്ന കാലമായതുകൊണ്ട് മാത്രം പിള്ളമാരുടെ കുടുംബങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും എന്തു ചെയ്തു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട. അവരെ തുറയേറ്റുകയായിരുന്നു. ചരിത്രത്തിൽ പറയുന്നതാണ്. തുറയേറ്റുക എന്ന് പറഞ്ഞാൽ നികൃഷ്ടമായ തുറകളിൽ കൊണ്ട് തള്ളിവിടുകയായിരുന്നു. ആ ചരിത്രവും നമ്മുടെ കടലുമായി ബന്ധപ്പെട്ട ടെക്നോളജിയും അറിവും ഒക്കെ വികസിക്കുന്നതിനൊരു വലിയ തടസ്സമായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.